കേരളത്തോടൊപ്പം 2026 അതായത് ഏപ്രിൽ മെയ് മാസത്തിലായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളാണ് തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, ആസാം. ഈ മൂന്നിടങ്ങളിലെ കാര്യങ്ങൾ മറിയാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ബംഗാളിൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം, ഇത് നമ്മൾ നോക്കേണ്ടത്, തമിഴ്നാട്ടിലെയും ബംഗാളിലെയും രാഷ്ട്രീയം വിഭിന്നമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്. അത് നമുക്ക് ബംഗാളിലേക്ക് വന്നാൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഭരണമാണ്. CPM-ന്റെ അടിത്തറ തന്നെ നഷ്ടപ്പെട്ട ഒരു സംസ്ഥാനമാണ്. അവിടെ 290 സീറ്റുകൾ ഉള്ളിടത്ത് 213 സീറ്റിൽ തൃണമൂൽ നിൽക്കുകയാണ്. BJP 77-ലാണ്. കോൺഗ്രസും ഇടതുപക്ഷവും സംപൂജ്യരാണ്. അവിടെ സംഭവിക്കാൻ തൃണമൂലിന് എന്തെങ്കിലും തരത്തിൽ അടിത്തറ ഇളകുമോ ഇത്തവണ? പശ്ചിമബംഗാളിലെ സ്ഥിതി മമതാ ബാനർജിയെ സംബന്ധിച്ച് വളരെ ഗുരുതരമാണ്. അതായത് മമതയുടെ കാലിടറി നിൽക്കുകയാണ് ഇപ്പോൾ. അത്രയ്ക്ക് മോശമാണ് TMCയുടെ രാഷ്ട്രീയ അവസ്ഥ ബംഗാളിൽ. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ എന്താ പറയുക, ഈ അവനവൻ ചെയ്തു വയ്ക്കുന്നതിൻ്റെ ഒരു പരിണത ഫലം എന്ന് പറയുന്നത് പോലെ ദീർഘകാലമായിട്ട് CPM ഭരിച്ച് 36 വർഷം ഭരിച്ച് നശിപ്പിച്ച ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അന്ന് ഇവരെ, അതായത് മമതാ ബാനർജിയെ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ അവരെ അതിക്രൂരമായി വേട്ടയാടിയിരുന്ന പാർട്ടിയായിരുന്നു CPM. പക്ഷെ അവരുടെ കാലവർ ഉറപ്പിച്ചത് BJP-യുടെ സഹായത്തോടെയാണ്. പക്ഷേ അത് നമ്മൾ മറന്നുകൂടാ. പശ്ചിമ ബംഗാളിൽ ആദ്യമായിട്ട് കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യമായിട്ടാണ് അന്ന് മമതാ ബാനർജി മത്സരിക്കുന്നത്. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലും NDAയുടെ സഹായത്തോടെ, നമുക്കറിയാം വാജ്പേയിയുടെ മന്ത്രിസഭയിൽ ഇവർ റെയിൽവേ മന്ത്രിയായിരുന്നു. അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് പോരാടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് BJP-യുടെ സഹായത്തോടു കൂടി മമതാ ബാനർജി തൻ്റെ ചുവടുറപ്പിക്കുന്നത് പശ്ചിമ ബംഗാളിൽ. പക്ഷേ പിന്നെ സംഭവിച്ചതെന്ന് പറയുന്നത്, ഇവർ വളരുന്നതിനൊപ്പം തന്നെ ഇവർ BJP-യെ കൈവിട്ടിട്ട് അവർ ഒറ്റയ്ക്ക് കാര്യങ്ങൾ നോക്കാൻ തുടങ്ങി. TMC എന്ന പാർട്ടിയെ ഒറ്റയ്ക്ക് നയിക്കാനും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ശ്രമം. അതിനനുസരിച്ചിട്ട് അവർക്ക് നിയമസഭ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അതിനുള്ള മാൻഡേറ്റ് കിട്ടുകയും അവർ ഭരണത്തിൽ വരികയും ചെയ്തു. അതിനുശേഷം മുമ്പ് CPM-കാർ കാണിച്ചുകൊണ്ടതിനേക്കാളും വലിയ ക്രൂരത TMC-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ തുടങ്ങി. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, CPM-ന്റെ അണികളായി നിന്നിരുന്ന ആളുകളാണ് എന്മാസായിട്ട് നേരെ TMC-യിലേക്ക് മാറിയത്. അതായത് അവരുടെ പാർട്ടി ആഫീസ് അടക്കം TMC-യിലേക്ക് മാറി. കാരണം എപ്പോഴും ഈ ഗുണ്ടകൾ അങ്ങനെ ആയിരിക്കുമല്ലോ, അവർക്ക് അധികാരത്തിൻ്റെ കൂടെ നിൽക്കാൻ താല്പര്യം. CPM TMC സ്വാഭാവികമായിട്ട് അവരെല്ലാവരും ഇങ്ങോട്ട് ചാഞ്ഞു. ഇവരെന്ത് ചെയ്തു, ഈ ബാക്കി CPM-കാരെയൊക്കെ തല്ലി ഓടിച്ച് CPM-നെ മുച്ചൂടോടെ മുടിച്ചു. ഈ പറഞ്ഞതല്ല, ഇത്രയും വലിയ അസംബ്ലിയിൽ ഒരു സീറ്റ് പോലും ജയിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് CPM-നെ കൊണ്ടെത്തിച്ചത് മമതാ ബാനർജിയുടെ ഭരണമാണ്. പക്ഷെ അതിനുശേഷം ഇവർ നടത്തിയ അമിതമായ മുസ്ലിം പ്രീണനം, മുസ്ലിം പ്രീണനം എന്ന് മാത്രം പറയാൻ പറ്റില്ല, ഈ നൊഴിഞ്ഞേറി വരുന്ന ബംഗ്ലാദേശിൽ വരുന്ന ന്യൂനപക്ഷം 35%. 30%. നൊഴിഞ്ഞേറി വരുന്നവരെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് അവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും അവരെ വോട്ട് ബാങ്കായിട്ട് നിലനിർത്തുകയും ചെയ്തു. വ്യാജ ID കാർഡുകൾ നൽകിക്കൊണ്ട്, ID കാർഡ് മാത്രമല്ല, റേഷൻ, മറ്റ് സൗകര്യങ്ങളെല്ലാം അവർ കൊടുത്തുണ്ട്. സർക്കാരിന് മറ്റ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം അവർ ഇവർക്ക് പ്രൊവൈഡ് ചെയ്തു. പക്ഷേ ഈ SIR ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് പ്രതികൂലമായ സാഹചര്യം. അതെ, 1 കോടിക്ക് അടുത്ത് വോട്ടർമാരാണ് പുറത്തായത് ബംഗാളിൽ നിന്നും. അപ്പോൾ ഈ 1 കോടി എന്ന് പറയുന്നത് ഇവരുടെ വോട്ട് ബാങ്കിൽ ഉണ്ടാക്കാൻ പോകുന്ന വലിയ വിള്ളലാണ്. ഒന്നത്. 2, കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് BJP അവിടെ നടത്തി വരുന്ന ഒരു കൃത്യമായൊരു പ്രവർത്തനമുണ്ട്. അമിത്ഷാ അവിടെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ഈ അവർ പ്രധാന അജണ്ടയായിട്ട് അവർ വയ്ക്കുന്നത് നുഴഞ്ഞു കയറ്റമാണ് അവർ പ്രധാനമായിട്ട് അവർ ഉന്നയിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അദ്ദേഹം കൽക്കത്ത വിസിറ്റ് ചെയ്ത സമയത്ത് അമിത്ഷാ പറഞ്ഞതെന്ന് പറയുന്നത് നുഴഞ്ഞു കയറ്റത്തിനെതിരെയുള്ള രാഷ്ട്രീയമാണ് അവർ പറഞ്ഞത്. അതായത് ഇന്ത്യക്കാരൻ, തനത് ദേശീയവാസികളായിട്ടുള്ള ഇന്ത്യക്കാർ അനുഭവിക്കേണ്ട സുഖങ്ങളെല്ലാം രോഹിംഗ്യൻ മുസ്ലിങ്ങളും അതുപോലെ തന്നെ ബംഗ്ലാദേശ് നുഴഞ്ഞു കയറുന്നവർ അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ബംഗാളിലുള്ളത്. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ബംഗാൾ അരാജക സംസ്ഥാനമായിട്ട് മാറും. ഒരൊറ്റ വ്യവസായം ബംഗാളിലില്ല. CPM ഉണ്ടായിരുന്ന സമയത്തുമില്ല, ഇവർ വന്നതിന് ശേഷമില്ല. വളരെ ഗതികേടാണ് ആ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ. അത്യാവശ്യം കൃഷിയും മത്സ്യബന്ധനവും കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമായിട്ടാണ് പശ്ചിമ ബംഗാൾ ഇപ്പോൾ നിലനിൽക്കുന്നത്. ധാരാളം വിഭവങ്ങളുള്ള, ഇഷ്ടംപോലെ ഏരിയയുള്ള, കേരളം പോലെ വലിയ ഏരിയയൊക്കെയുള്ള ഒരു സംസ്ഥാനമാണ്. മാത്രമല്ല, അങ്ങേക്ക് അറിയാമല്ലോ, ഇന്ത്യയുടെ ഈ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഒരു കേന്ദ്രമാണ് ബംഗാൾ എന്ന് പറയുന്നത്. അത് സാഹിത്യത്തിലായാലും ശരി, സംഗീതത്തിലായാലും ശരി, വേറെ ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും ബംഗാൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അസ്തിത്വമായിരുന്നു ഒരു കാലഘട്ടത്തിൽ നമ്മുടെ തലസ്ഥാനമായിരുന്നല്ലോ കൽക്കത്ത എന്ന് പറയുന്നത്. അപ്പോൾ ആ സംസ്ഥാനമാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് പോയി നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും
BJPക്ക് ഇപ്പോൾ അവിടെ കാലുറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ വലിയ തോതിൽ പിന്നെ അവരുടെ ഗ്രൂപ്പ് ഈ ബൂത്ത് തല പ്രവർത്തനങ്ങൾ അവർ ഏകോപിപ്പിച്ചിട്ടുണ്ട്. മമതാ ബാനർജിക്ക് കാലിടർ നിൽക്കുകയാണ്. അവിടെ ഉറപ്പായിട്ടും BJP തന്നെ അധികാരത്തിൽ വരുമെന്ന് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്. അമിത്ഷാ പറഞ്ഞ എല്ലാം നടന്നിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം വെറുതെ വാക്ക് പറയുന്ന ഒരാളല്ല. ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രവർത്തിച്ച് അതിൻ്റെ റിസൾട്ട് എടുത്ത് അതിനെ അനലൈസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പശ്ചിമ ബംഗാളിൽ ഇപ്രാവശ്യം മമതാ ബാനർജിക്ക് കഷ്ടകാലമാണെന്നാണ് മനസ്സിലാക്കാൻ. അവിടെ അവരുടെ ഭരണം അട്ടിമറിക്കപ്പെടും, ഒരു തർക്കം അക്കാര്യത്തിലില്ല. BJP ബംഗാളിൽ പിന്നെ ഒരു നേരിയ ഭൂരിപക്ഷത്തിന് അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ബംഗാളിന്റെ രാഷ്ട്രീയ സാധ്യത. ഇനിയിപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലേക്ക് വന്നാൽ തമിഴ്നാട്ടിലെ കാര്യം നമുക്കറിയാം. അവിടുത്തെ ഒരു ദ്രാവിഡ രാഷ്ട്രീയമാണ്. അവിടെ ആകെ സീറ്റുകൾ 234 DMK അവിടെ 133 നിലവിൽ. അണ്ണാ DMK 66, കോൺഗ്രസ് 66, BJP 4 സീറ്റുകളാണ് അവിടെ ഉള്ളത്. BJP അവിടെ വലിയ മുന്നേറ്റം കുറിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ വിജയിയുടെ രംഗപ്രവേശം നോക്കണം. വിജയി കടന്നു വരുന്നതോടുകൂടി അവിടെ ആർക്ക് പിന്നെ ദോഷമായിട്ട് ഭവിക്കും എന്നുള്ളതാണ്. BJP സംബന്ധിച്ചിട്ട് ഇപ്പൊ ഈ നടക്കുന്ന 4 പിന്നെ സ്ഥലത്തെയും തെരഞ്ഞെടുപ്പിൽ ബംഗാള്, തമിഴ്നാട്, കേരളം എന്ന് പറയുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് BJP ബാലികാറ മലയേറ്റ് നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ്. മാത്രമല്ല BJPയെ സംബന്ധിച്ചിട്ട് അവിടെ കേന്ദ്രത്തിൽ എപ്പോഴും വളരെ ഈ വിഷമിക്കുന്നത് ഈ സൗത്ത് ഇന്ത്യയിലേക്ക് വേണ്ട അധികാരത്തിൽ വരാൻ കഴിയുന്നില്ല. കർണാടക നമുക്ക് മാറ്റിവെക്കാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ തമിഴ്നാടും കേരളവും അതുപോലെ തന്നെ അവിടെ പശ്ചിമ ബംഗാളിലും ജയിക്കാൻ കഴിയുന്നില്ല എന്നുള്ള അവർ തമ്മിൽ വലിയ വിഷമമായിട്ട് നിലനിൽക്കുകയാണ്. അത് 24 തെരഞ്ഞെടുപ്പോടെ അവർ പരിഹരിക്കും എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ നടുക്രമമായിട്ടാണ് തമിഴ്നാട്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന അവരുടെ അധ്യക്ഷൻ അണ്ണാമലയെ മാറ്റിയിട്ട് നയനാർ നാഗേന്ദ്രനെ കൊണ്ടുവരികയും അതോടൊപ്പം AIADMK ആയിട്ട് വീണ്ടും ഒരു അലയൻസ് ഉണ്ടാക്കുകയും ചെയ്തു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി മത്സരിച്ചത്. 21 ഒരു അലയൻസ് ആയിരുന്നു. AIADMK ആയിട്ട് BJP ആയിട്ട് അലയൻസിലാണ് മത്സരിച്ചത് 2020 തെരഞ്ഞെടുപ്പിൽ. അപ്പോഴാണ് 4 സീറ്റ് അവർ കിട്ടിയത്. 66 സീറ്റിലേക്ക് AIADMK വന്നു. പക്ഷേ പിന്നീട് അണ്ണാമലെ BJP പ്രസിഡന്റായ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ആരുടെ സഹായമില്ല, ഒറ്റയ്ക്ക് നമുക്ക് മത്സരിക്കണം, അതിനുള്ള വളക്കൂറുള്ള മണ്ണാണ് തമിഴ്നാട് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. പക്ഷേ അദ്ദേഹം BJPയുടെ പ്രസിഡന്റായ സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകളെ, പ്രത്യേകിച്ചും ഹിന്ദുക്കളായിട്ടുള്ള തമിഴരെ അവൻ്റെ സ്വത്വം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന അദ്ദേഹം വിജയിച്ചു എന്നുള്ളതാണ്. കാരണം നമ്മുടെ കേരളത്തിലെ പോലെ കമ്മ്യൂണിസം എങ്ങനെയാണോ ഹിന്ദുക്കളെ ഈ ദൈവവിശ്വാസത്തിൽ നിന്ന് അകറ്റിയത്, അതുപോലെ ആ പണി അവിടെ ചെയ്തത് DMK. അപ്പോൾ ഇതിലേക്ക് വിശ്വാസത്തിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുന്നതിൽ വലിയൊരു പങ്ക് അദ്ദേഹം നടത്തി. വേൽ യാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ മണ്ഡലങ്ങളിലും അദ്ദേഹം ഒരു യാത്ര നടത്തിയിരുന്നു. അപ്പോൾ വലിയ തോതിൽ അണ്ണാമല ഒരു താരമായി വളർന്നു വന്നു. അതിൽ വലിയ ബുദ്ധിമുട്ടും സ്റ്റാലിനുണ്ടായിരുന്നു. DMKക്ക് വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ AIADMK അപ്രസക്ത രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വളർച്ച. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ അണ്ണാമലയുടെ ഒരു എടുത്തടിച്ച മനോഭാവവും അല്ലെങ്കിൽ പ്രവർത്തനവും രാഷ്ട്രീയത്തിന് യോജിച്ചല്ലാതെ മനസ്സിലാക്കിയിട്ടാണ് അമിത്ഷാ രണ്ടാമതൊരു ടേം കൊടുക്കാതെ എന്ത് ചെയ്തത്, അദ്ദേഹത്തെ മാറ്റി എല്ലാവരുമായിട്ട് നല്ലൊരു ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധ്യതയുള്ള നയനാർ നാഗേന്ദ്രനെ BJP പ്രസിഡന്റ് ആക്കുന്നത്. എന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടില്ല. ഇപ്പോഴും തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ എന്ന് പറയുന്നത് അണ്ണാമല തന്നെയാണ്. അദ്ദേഹം ഒരു മത്സരിക്കാൻ പോയി കഴിഞ്ഞാൽ വൻ ജനക്കൂട്ടം, പ്രത്യേകിച്ച് യുവാക്കളാണ്. സാധാരണ മുതിർന്ന ആളുകളല്ല, യുവാക്കളാണ് അദ്ദേഹത്തിൻ്റെ പിന്നണി പോരാളികൾ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ അവിടെ നിന്ന് പുതിയൊരു സാധ്യതയാണ് ഈ TVK എന്ന് പറയുന്ന വിജയുടെ പാർട്ടി. നമുക്കറിയാം തമിഴ്നാട് എന്ന് പറയുന്നത് എല്ലാ കാലത്തും വെള്ളിത്തിര രാഷ്ട്രീയം കളിക്കുന്ന ഒരു സംസ്ഥാനമാണ്. എത്രയോ കാലം MGRും ജയലളിതയും കരുണാനിധിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ സിനിമയിൽ നിന്നും നായകർ നേരെ രാഷ്ട്രീയത്തിലേക്ക് വരികയും ഭരണത്തിലേക്ക് വരികയും ഒരു കാലഘട്ടമാണ്. ആ ഒരു സിസ്റ്റത്തിനെ ഏതാണ്ട് ഇല്ലാതാക്കിയ ഒരാളും കൂടിയാണ് അണ്ണാമലൈ. അപ്പോൾ ജനങ്ങൾ നിങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ജനാധിപത്യപരമായിട്ട് നിങ്ങൾ ചിന്തിക്കാൻ, അല്ലാതെ ഈ സ്റ്റാറുകളെ വെച്ചല്ല എന്ന് അദ്ദേഹം ഈ പോയ പ്രചരണങ്ങളിൽ അദ്ദേഹം നടത്തിയിരുന്നു. അതാണ് ഈ കമലഹാസൻ്റെയൊക്കെ പാർട്ടി പച്ചപിടിക്കാതെ പോയത്. ഒരു ഘട്ടത്തിൽ കമലഹാസൻ നീതി മയ്യം പറഞ്ഞ് വന്നല്ലോ, മക്കൾ നീതി മയ്യം ഒന്നുമില്ല, അത് പൊട്ടിപ്പൊളിഞ്ഞ് പോളിഷായിപ്പോയി. പിന്നെ രജനീകാന്ത് വരുന്നു പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന് മനസ്സിലായി രാഷ്ട്രീയ അദ്ദേഹത്തിനെ പറ്റിയാണ്, അദ്ദേഹം പിന്മാറിപ്പോയി. ആ വേളയിലാണ് രാഷ്ട്രീയത്തിലേക്ക് വരുമെന്ന് ഈ വിജയ് പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം രാഷ്ട്രീയം ഒന്ന് തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ തീരുമാനിക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ യുവാക്കളുടെ ഒരു ഹരമാണ് വിജയ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് TVക്ക് എന്ത് ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല. കാര്യം ആദ്യമായിട്ടൊരു മത്സരിക്കുന്നതാണ്. അവിടുത്തെ സംസ്ഥാനത്തെ സെറ്റപ്പ് എങ്ങനെയെന്ന് അറിഞ്ഞൂടാ. പക്ഷേ AIADMK ഇപ്പോൾ അവിടെ സ്ട്രോങ് ആണ്. AIADMKയും NDAയും സ്ട്രോങ് ആണ്. കാരണം എന്ന് പറയുന്നത് ഈ സ്റ്റാലിൻ സർക്കാർ നടത്തുന്ന ഹിന്ദു വിരുദ്ധ സമീപനം
പ്രത്യേകിച്ച് തിരുപ്പുറം കുണ്ടത്തൊക്കെ നമ്മൾ കണ്ടത്. അതുപോലെ അവിടെ ദേവസ്വം ക്ഷേത്രങ്ങൾ, പിന്നെ സനാതന ധർമ്മത്തെ ചൊല്ലിയുള്ള പോര്, ഇതൊക്കെ ഈ ഒരു ഹിന്ദു കൺസോൾട്ടേഷന് തമിഴ്നാട്ടിൽ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ DMKക്ക് പഴയ പ്രതാപം ഇപ്പോൾ തമിഴ്നാട്ടിലില്ല. അതിൻ്റെ വേവലാതി സ്റ്റാലിനുണ്ട് താനും. മാത്രമല്ല കോൺഗ്രസിന് അവിടെ വലിയ റോളൊന്നും ചെയ്യാനുമില്ല, ഇവരുടെ സഖ്യകക്ഷി എന്ന കോൺഗ്രസിന് ചെയ്യാനുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ TVK നാളെ TVK വരുന്നവർ ഒറ്റയ്ക്ക് മത്സരിക്കും, ഒറ്റയ്ക്ക് വരികയും ജയിക്കും എന്നൊക്കെയാണ്. പക്ഷെ ഞാൻ കാണുന്നത് ഈ TVK ഭാവിയിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ NDA മുന്നണിയിലേക്ക് വരാനാണ് സാധ്യത എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ ഒരു പുതിയ രാഷ്ട്രീയ കൂട്ടുകെട്ട് ഉരുത്തിരിയാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും അവിടെ DMKയുടെ ഭരണം നഷ്ടപ്പെടുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. നമുക്കിപ്പോൾ ചുരുക്കി വന്നു കഴിഞ്ഞാൽ ആസാമിലേക്ക് പോയാൽ, ആസാമിൽ നമുക്കറിയാം 2014 മുതൽ BJP, ആസാമിൽ അത് തുടരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. 126 സീറ്റുകളാണുള്ളത്. BJPക്ക് 60, AJP 9, കോൺഗ്രസ് 29, AIUDF 16 ആണ്. അവിടെ ഇപ്പോഴത്തെ സാഹചര്യം നോക്കുമ്പോഴും BJPക്ക് അനുകൂലമായിട്ടാണ്. ആസാം 100% BJP വീണ്ടും മതി. അതായത് ഹിമന്ത ബിശ്വ ശർമ്മ മൂന്നാമത് മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യതയാണ് വളരെ അനുകൂലമായ ഘടകമാണ് ഇപ്പോൾ ആസാമിനെ സംബന്ധിച്ചിട്ടുള്ളത്. അതിൽ 2 കാര്യങ്ങളാണല്ലോ. ഒന്നെന്ന് പറയുന്നത് SIR, ഈ നമ്മളെ സാധാരണ മഴത്തെ സ്പെഷ്യൽ SIR അല്ല, അതല്ലാതെ തന്നെ ആസാമിന് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു ഇന്റൻസീവ് റിവിഷൻ നടത്തിയിരുന്നു. അതായത് ആസാം നമുക്കറിയാം ഈ ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ആളുകൾ ഈ കോൺഗ്രസ് ഭരണ കാലത്ത് ഇവിടെ മമതാ ബാനർജി എന്താണ് ചെയ്തത്, ബംഗാളിൽ ചെയ്തത്, അതുപോലെ ധാരാളം ബംഗ്ലാദേശികൾ ഇവിടെ ആസാമിൽ കടന്നു കയറി അവരുടെ കുടുംബമായിട്ട് കഴിഞ്ഞ് അവിടുത്തെ ഡെമോക്രസി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഹിമന്ത തന്നെ കഴിഞ്ഞ ആഴ്ച അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഈ 50% മുസ്ലിങ്ങൾ എപ്പോഴാണോ ആസാമിൽ 50% മേലെ വരുന്നത് അന്ന് ഇതൊരു ഇസ്ലാമിക ഭരണത്തിലേക്ക് മാറും എന്ന് അദ്ദേഹം ഒരു സൂചന കൊടുത്തിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് 42-43% മുസ്ലിം ജനസംഖ്യ നിൽക്കുകയാണ്. ഇത് അതിൽ തനത് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ, അതായത് ആസാമികളായിട്ടുള്ള മുസ്ലിങ്ങൾ കേവലം 13%. നമ്മൾ അമ്പരിപ്പിക്കുന്ന ഒരു കണക്കാണ്. വെറും 13% ശരിക്കും ആസാമികളായിട്ടുള്ള ഇന്ത്യക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ. 42 ബാക്കിയുള്ളതെല്ലാം ഈ ബംഗ്ലാദേശിൽ നിന്ന് വന്ന് കുടിയേറി നുഴഞ്ഞുകയറ്റമാണ് വന്ന് അവരിവിടെ അവരുടെ താമസം റെഗുലറൈസ് ചെയ്ത ആളുകളാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വലിയ തോതിലുള്ള ഒരു ഒരു സ്വദേശിയായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വന്നില്ല എങ്കിൽ ആസാം എന്നേക്ക് നഷ്ടപ്പെടും എന്നുള്ള വലിയൊരു മൂവ്മെൻറ്റ് നടത്തുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ 2 ടേമായിട്ട് ആസാമിൻ്റെ വികസനത്തിന് വേണ്ടി, നോർത്ത് ഈസ്റ്റിലെ വികസനം എന്ന് പറയുന്നത് മറ്റെവിടെ ഉണ്ടായിരിക്കണം വലിയ വികസനമാണ് നോർത്ത് ഈസ്റ്റ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറഞ്ഞാൽ ആസാമാണ്. കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്രം ഇവിടെ കൊടുത്തിട്ടുള്ളത്. വളരെ വിശാലമായ റോഡുകൾ, ഗതാഗത സൗകര്യങ്ങൾ, ഇപ്പോൾ റെയിൽവേ, ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ആസാമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഹിമന്തയ്ക്കൊപ്പമാണ്. അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു മുഖ്യമന്ത്രി. നമ്മുടെ ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയുന്നത് പോലെയാണ് ഹിമന്ത ബിശ്വ ശർമ്മ. അദ്ദേഹം ജനങ്ങളുടെ ഇടയിലാണ് എപ്പോഴും. ഏത് പ്രശ്നത്തെ ജനങ്ങളുടെ നേരിട്ട് സംവദിക്കുന്ന, വേറെ ജാടകളോ ഒന്നും ഇല്ലാത്തൊരു മുഖ്യമന്ത്രിയാണ്. ജനകീയനായ ഒരു മുഖ്യമന്ത്രിയാണ് ഹിമന്ത. അതുകൊണ്ട് തന്നെ അവിടെ കോൺഗ്രസിന് ഇദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് ആരും വിശ്വസിച്ചു. രാഷ്ട്രീയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആർക്കും പറയാൻ കഴിയില്ല. മറ്റ് ചെറിയ കക്ഷികൾക്കൊന്നും ചെയ്യാനില്ല. AIUDF എന്ന് പറയുന്ന പാർട്ടി ആൾറെഡി ഹിമന്തയ്ക്കൊപ്പം നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തുടർഭരണം അദ്ദേഹത്തിന് അവിടെ സാധ്യമാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം തമിഴ്നാട്ടിലും ബംഗാളിലും ചെറിയ മാറ്റങ്ങൾ സംഭവിക്കും. ബംഗാളിൽ പ്രത്യേകിച്ച്, ബംഗാളിന് ഉറപ്പായിട്ടും ഈ പറഞ്ഞ BJP അധികാരത്തിൽ വരും. അതുപോലെ തന്നെ ആസാമിലും ഈ 2 സംസ്ഥാനങ്ങളിൽ ഉറപ്പാണ്. തമിഴ്നാടിനെ സംബന്ധിച്ച് TVK എടുക്കുന്ന നിലപാട് വളരെ നിർണായകമായിരിക്കും. കേരളത്തിൽ BJP മുന്നേറ്റം കുറിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ ഈ BJPക്ക് ചുവടുറപ്പിക്കാൻ പറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും 2026. അതെ, BJPയെ സംബന്ധിച്ചിട്ട് ഏറ്റവും അവരെ രാഷ്ട്രീയ ജീവിതത്തിൽ നമ്മൾ ഇന്ത്യയിലെമ്പാടുമുള്ള പാർട്ടി എന്ന് പറയാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. നേരത്തെ ഉത്തരേന്ത്യൻ പാർട്ടി എന്ന് പറഞ്ഞാൽ കൊണ്ടിരുന്നതാണല്ലോ. അത് ഈ 26 തെരഞ്ഞെടുപ്പോടി മാറും എന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് BJP അനുകൂലമായി ഈ സ്ഥലങ്ങളിലെല്ലാം നിൽക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.